തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ദൈവ മക്കളെ, സഭാപ്രസംഗകൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ നീ സ്മരിക്കുക. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കാലഘട്ടം മുഴുവൻ പാപത്തിൻ്റെ ജഡത്തിൻ്റെ ലോകത്തിൻ്റെ പിന്നാലെ പോയി എല്ലാം തകർന്ന് ഒന്നിലും സന്തോഷം കാണാത്ത അവസ്ഥയിൽ നിരാശയുടെ പടുകുഴിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കർത്താവിങ്കിലേക്ക് വിളിച്ചു. ആ വിളി സ്വീകരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന അഗസ്തീനോസ് ശക്തമായ തീരുമാനം എടുത്ത് ദൈവത്തിന് തന്നെ സമർപ്പിച്ചതിന് ശേഷം തൻ്റെ മാനസാന്തര അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലേക്ക് നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ, ജഡിക സുഖത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരന്തമാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങൾ, സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കേണ്ടതും ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും. ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത സന്തോഷം അവിടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, ദൈവമേ, നീ എന്നെ നിനക്കായിട്ട് സൃഷ്ടിച്ചു, നിന്നിൽ ഞാൻ വിലയം പ്രാപിക്കണം, അതുവരെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിലെ വേദനകളിൽ, ജീവിതത്തിലെ തകർച്ചകളിൽ, ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയി സുഖം അനുഭവിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുക. അവിടെയാണ് വചനം പറഞ്ഞ് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപത, മദ്യലഹരി, അവിഹിത വേഴ്ച, വിഷയാസക്തി, കലഹം, ഇതിലൊന്നും നമ്മൾ വ്യാപരിക്കരുത്. കാരണം അതൊന്നും നമുക്ക് സന്തോഷമോ സമാധാനമോ നൽകുന്നില്ലെന്ന് അഗസ്തീനോസിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ എവിടെ സന്തോഷം, സമാധാനം, സ്വസ്ഥത? ഇത് ദൈവത്തിലാണ്. ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, ദൈവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സംതൃപ്തി കൊണ്ടും നാം നിറയും. ഇന്ന് ലോകത്തിന് സംഭവിച്ച ദുരന്തം ദൈവത്തെ വിട്ട് മറ്റു പലതിൻ്റെയും പിന്നാലെ സന്തോഷം കിട്ടുമെന്ന് കരുതി, സ്നേഹം കിട്ടുമെന്ന് കരുതി, സമാധാനം കിട്ടുമെന്ന് കരുതി അവൻ ഓടിപ്പാഞ്ഞു. എവിടെയും സന്തോഷം കിട്ടാതെ നിരാശയിൽ നിൽക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുണ്ട്, എൻ്റെ ദൈവം, എനിക്ക് സ്നേഹം നൽകുന്ന, സമാധാനം നൽകുന്ന ദൈവം. ആ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും ആ ദൈവത്തെ സ്വന്തമാക്കുവാനും ആ ദൈവത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവത്തെങ്കിലേക്ക് എടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.